ഉപ്പളയിലുണ്ടായ തീപിടുത്തം ഇപ്പോൾ ഭാഗികമായി അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ താഴത്തെ നിലയിലുള്ള ഒരു വെജിറ്റബിൾ ഫ്രൂട്ട്സ് കടയിലേക്ക് കൂടി ഈ തീ വ്യാപിച്ചിരുന്നു. വലിയ നാശനഷ്ടമാണ് ആ കടയിലുണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ഇരുചക്ര വാഹനം കത്തി നശിക്കുന്ന ഒരു ദൃശ്യം അത് ഭയാനകമാണ്. അങ്ങനെ തീ വല്ലാത്ത രീതിയിൽ വ്യാപിക്കുന്നൊരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിലെ മാസ്റ്റർ കമ്പ്യൂട്ടർ സെന്ററിലാണ് ആദ്യം ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഉപ്പളയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തി ഉടൻ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയായിരുന്നു. നാട്ടുകാരും ഈ തീയണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിനൊപ്പം അവരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല, പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഭാഗികമായി തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. താഴത്തെ ആ പച്ചക്കറി കടയിലേക്കും പഴക്കടയിലേക്ക് കൂടി തീ വ്യാപിച്ചു. അതിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനമാണ് നിലവിൽ കത്തി നശിച്ചത്. മറ്റ് വാഹനങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു ശ്രമം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ബഹുനില കെട്ടിടമാണ്. ആ ബഹുനില കെട്ടിടത്തിൽ മറ്റ് കടകളുമുണ്ട്. ഈ പച്ചക്കറി കടയും കമ്പ്യൂട്ടർ ഷോപ്പും അല്ലാതെ മറ്റ് കടകളുമുണ്ട്. ആ കടകളിലേക്കും കൂടി തീ വ്യാപിക്കാതിരിക്കാനുള്ളൊരു ശ്രമം ഫയർഫോഴ്സും നാട്ടുകാരുമൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും തീ അധികം വ്യാപിച്ചിട്ടില്ല. ഈ രണ്ട് കടകളിലാണ് ഇപ്പോൾ നിലവിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ട് കടകളിലും വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെയും ആർക്കും പരിക്കൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.